ഇത് നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഒരു ദുരന്തത്തിന് കാരണമായി. ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവാൻ, രണ്ട് വലിയ നഗരങ്ങൾ ഭൂമുഖത്ത് നിന്ന് തന്നെ മാഞ്ഞു പോകാൻ കാരണമായത് ഒരൊറ്റ വാക്കായിരുന്നു. ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വാക്ക്, അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ സംഭവിച്ച ചെറിയൊരു തെറ്റ് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. അതെ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ ജപ്പാൻ എന്ന രാജ്യത്തെ അണുബോംബ് കൊണ്ട് അമേരിക്ക തകർത്തു കളഞ്ഞത് ഭാഷാ തർജ്ജമയിൽ സംഭവിച്ച ഒരു നിസ്സാര തെറ്റുകൊണ്ടായിരുന്നു. ഒരൊറ്റ വാക്കിന്റെ അർത്ഥം മാറിയപ്പോൾ ലോക ചരിത്രം തന്നെ വഴിമാറി ഒഴുകി. ആ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ചരിത്രവും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വർഷം 1945, ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. യൂറോപ്പിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനി കീഴടങ്ങി കഴിഞ്ഞിരുന്നു. എന്നാൽ പസഫിക് മേഖലയിൽ ജപ്പാൻ ഇപ്പോഴും കീഴടങ്ങാതെ പോരാട്ടം തുടരുകയായിരുന്നു. ശത്രു രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് ജപ്പാനീസ് സൈന്യം കടുത്ത പ്രതിരോധം തീർത്തു. പക്ഷേ പുറമെ കരുത്ത് കാട്ടിയിരുന്നെങ്കിലും സാമ്പത്തികമായും സൈനികമായും ജപ്പാൻ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ജനങ്ങൾ പട്ടിണിയിലായി, വിഭവങ്ങൾ തീർന്നു. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ജപ്പാനീസ് ഭരണാധികാരികളിൽ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു. എങ്കിലും രാജ്യത്തിന്റെ ആത്മാഭിമാനവും പരമാധികാരവും പൂർണ്ണമായി അടിയറവ് വെച്ചുകൊണ്ട് ഒരു കീഴടങ്ങലിന് അവർ തയ്യാറല്ലായിരുന്നു. അക്കാലത്ത് കാന്താരോ സുസൂക്കി ആയിരുന്നു ജപ്പാന്റെ പ്രധാനമന്ത്രി. പ്രായമുള്ള അനുഭവ സമ്പന്നനായ നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. സമാധാനപരമായ ഒരു പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. 1945 ജൂലൈ പകുതിയോടെ ലോകത്തിലെ പ്രധാന ശക്തികളായ അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ജർമ്മനിയിലെ പോട്സ്ഡാം എന്ന സ്ഥലത്ത് ഒത്തുകൂടി. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ചും ജപ്പാന്റെ ഭാവി എന്തായിരിക്കണം എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാനായിരുന്നു ആ നിർണായക സമ്മേളനം. ജൂലൈ 26-ന് സഖ്യകക്ഷികൾ സംയുക്തമായി ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. അതാണ് ചരിത്ര പ്രസിദ്ധമായ പോട്സ്ഡാം പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ജപ്പാനുള്ള അവസാനത്തെ അന്ത്യശാസനമായിരുന്നു. യാതൊരു നിബന്ധനകളുമില്ലാതെ ജപ്പാൻ സൈന്യം ഉടനടി കീഴടങ്ങണം എന്നതായിരുന്നു അതിലെ പ്രധാന ഡിമാൻഡ്. കീഴടങ്ങിയില്ലെങ്കിൽ ജപ്പാനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുമെന്നും പ്രഖ്യാപനത്തിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഏതു തരത്തിലുള്ള നാശനഷ്ടമാണ് ജപ്പാന് നേരിടേണ്ടി വരിക എന്നത് ആ മുന്നറിയിപ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നില്ല. അമേരിക്ക രഹസ്യമായി വികസിപ്പിച്ചെടുത്ത, ലോകം ഇതുവരെ കാണാത്ത അണുബോംബിനെ കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അത് എന്ന് അന്ന് ജപ്പാൻ അറിയില്ലായിരുന്നു. പോട്സ്ഡാം പ്രഖ്യാപനം പുറത്തു വന്നതോടെ ലോകമൊട്ടാകെ വലിയ ആകാംക്ഷയിലായി. ജപ്പാൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? അവർ കീഴടങ്ങുമോ അതോ യുദ്ധം തുടരുമോ? അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാനും ലോക നേതാക്കളും ജപ്പാന്റെ മറുപടിക്കായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. ജപ്പാനിൽ ഈ വിഷയം വൻ ചർച്ചയായി മാറി. സഖ്യകക്ഷികളുടെ അന്ത്യശാസനം അംഗീകരിക്കണോ അതോ തള്ളിക്കളയണോ എന്ന് ജപ്പാനീസ് ക്യാബിനറ്റിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു. മന്ത്രിസഭയിൽ യുദ്ധത്തെ അനുകൂലിക്കുന്ന സൈനിക മേധാവികളും സമാധാനം ആഗ്രഹിക്കുന്ന നയതന്ത്രജ്ഞരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. സൈനിക മേധാവികൾ കീഴടങ്ങലിനെ ശക്തമായി എതിർത്തു. ഇതിനിടയിൽ അന്ത്യശാസനത്തെ കുറിച്ച് ഔദ്യോഗികമായി പഠിച്ച് ഒരു തീരുമാനമെടുക്കുന്നതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രി സുസൂക്കി തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ തൽക്കാലം അഭിപ്രായമൊന്നും പറയുന്നില്ല എന്ന് മറുപടി നൽകാനായിരുന്നു തീരുമാനം. 1945 ജൂലൈ 28, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ദിവസം പ്രധാനമന്ത്രി സുസൂക്കി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആ നിർണായകമായ ചോദ്യം ചോദിച്ചു. പോട്സ്ഡാം പ്രഖ്യാപനത്തോടുള്ള ജപ്പാന്റെ നിലപാട് എന്താണ്? ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രി നൽകിയ മറുപടിയാണ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. മൊക്കുസാറ്റ്സു എന്നായിരുന്നു പ്രധാനമന്ത്രി സുസൂക്കിയുടെ മറുപടി. ജപ്പാനീസ് ഭാഷയിലെ മൊക്കുസാറ്റ്സു എന്ന വാക്ക് വളരെ സങ്കീർണമായ ഒന്നിലധികം അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. മൊക്കു എന്നാൽ മൗനം അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നർത്ഥം. സാറ്റ്സു എന്നാൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നൊക്കെ അർത്ഥം വരാം. ഒന്നിച്ചു ചേർക്കുമ്പോൾ ഈ വാക്കിന് രണ്ട് പ്രധാന വ്യാഖ്യാനങ്ങൾ നൽകാൻ സാധിക്കും. ഒന്നാമത്തെ അർത്ഥം, ഇപ്പോൾ ഇതിൽ അഭിപ്രായം പറയുന്നില്ല, അല്ലെങ്കിൽ സംഗതികൾ പഠിച്ചു വരുന്നതേയുള്ളൂ, അതിനാൽ തൽക്കാലം മൗനം പാലിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം അവഗണിക്കുന്നു അല്ലെങ്കിൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ്. പ്രധാനമന്ത്രി കാന്താരോ സുസൂക്കി തന്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് ആദ്യത്തെ അർത്ഥമായിരുന്നു. അതായത് സഖ്യകക്ഷികളുടെ പ്രഖ്യാപനത്തെ കുറിച്ച് പഠിച്ചു വരികയാണെന്നും ഔദ്യോഗികമായി ഒരു തീരുമാനമാകുന്നതുവരെ തൽക്കാലം ഒന്നും പറയാനില്ലെന്നും വ്യക്തമാക്കാനാണ് അദ്ദേഹം ആ വാക്ക് പ്രയോഗിച്ചത്. ജാപ്പനീസ് സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള നയതന്ത്രപരമായ മൗനം സ്വാഭാവികമായിരുന്നു. എന്നാൽ വിദേശ മാധ്യമങ്ങൾക്കും വിദേശ വാർത്താ ഏജൻസികൾക്കും മുൻപിലേക്ക് ഈ വാർത്ത എത്തിയപ്പോൾ ദുരന്തം ആരംഭിക്കുകയായിരുന്നു. ജാപ്പനീസ് വാർത്താ ഏജൻസി ഈ വാക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ
നോ കമന്റ് എന്ന് നൽകുന്നതിന് പകരം ഇഗ്നോർ, അതായത് അവഗണിക്കുന്നു എന്ന് തെറ്റായി നൽകി. വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ അമേരിക്കൻ വിദേശകാര്യ വകുപ്പും അമേരിക്കൻ റേഡിയോകളും അത് വൻ വാർത്തയാക്കി ഏറ്റെടുത്തു. അമേരിക്കൻ റേഡിയോ ജാപ്പാനീസ് ഏജൻസിയുടെ ഈ വാർത്തയെ അടിസ്ഥാനമാക്കി ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. അവരുടെ റിപ്പോർട്ടിലാകട്ടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇഗ്നോർ എന്ന വാക്കിന് പകരം റിജക്ട്, അതായത് തള്ളിക്കളഞ്ഞു എന്ന വാക്കാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തങ്ങളുടെ വാർത്തകളിൽ ഉപയോഗിച്ചത്. ജപ്പാൻ സഖ്യകക്ഷികളുടെ അന്ത്യശാസനം അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞു എന്ന വാർത്ത ലോകമെമ്പാടും പടർന്നു പിടിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന് ഈ വാർത്ത ഒരു വലിയ കാരണമായി മാറി. ജപ്പാൻ സമാധാനത്തിന് തയ്യാറല്ലെന്നും അന്ത്യശാസനത്തെ അവർ പുച്ഛിച്ചു തള്ളിയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനും സൈനിക മേധാവികളും വിലയിരുത്തി. എന്നാൽ പിന്നീട് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചതുപോലെ ജപ്പാനീസ് ഏജൻസിയുടെ ഈ വാർത്തയെ അമേരിക്ക മനഃപൂർവ്വം വളച്ചൊടിക്കുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോടാനുകോടി ഡോളറുകൾ ചെലവഴിച്ച് നിർമ്മിച്ച തങ്ങളുടെ മാരകമായ അണുബോംബിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ പരീക്ഷിച്ചു കാണിക്കാൻ അമേരിക്ക അവസരം കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അണുബോംബ് ആക്രമണത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതെ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ അവർക്കൊരു കാരണം മാത്രമായിരുന്നു ആവശ്യം. ജപ്പാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വാക്കിന്റെ തെറ്റായ വിവർത്തനം അമേരിക്കയ്ക്ക് നൽകിയത് ഒരു വലിയ കാരണമായിരുന്നു. എന്തായാലും മൊക്കുസാറ്റ്സു എന്ന ആ ഒറ്റ വാക്കിന്റെ തെറ്റായ വിവർത്തനം അമേരിക്കയ്ക്ക് നൽകിയത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു ആക്രമണത്തിനുള്ള ഒരു പച്ചക്കൊടിയായിരുന്നു. 1945 ഓഗസ്റ്റ് 6 ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിന് മുകളിലേക്ക് അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട് അണുബോംബ് വർഷിച്ചു. ആകാശത്ത് നിന്ന് വീണ ആ മഹാദുരന്തം നഗരത്തെ നിമിഷ നേരം കൊണ്ട് കടലാസ് കൊട്ടാരം പോലെ കരിച്ചു കളഞ്ഞു. 10,000-കണക്കിന് മനുഷ്യർ തൽക്ഷണം വെന്ത് ചാരമായി. ജീവനോടെ ബാക്കിയായവർ അണുവികിരണമേറ്റ് വർഷങ്ങളോളം നരകയാതന അനുഭവിച്ചു മരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 നാഗസാക്കി നഗരത്തിന് മുകളിലും അമേരിക്ക രണ്ടാമത്തെ അണുബോംബായ ഫാറ്റ്മാൻ വർഷിച്ചു. നാഗസാക്കിയും ഹിരോഷിമയുടെ അതേ വിധി ഏറ്റുവാങ്ങി. കരിഞ്ഞുണങ്ങിയ ശവശരീരങ്ങളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും മാത്രമാണ് ആ നഗരങ്ങളിൽ ശേഷിച്ചത്. ലോകത്തെ വിറപ്പിച്ച ആ 2 ദാരുണ സംഭവങ്ങളോടെ ജപ്പാൻ പൂർണ്ണമായും തകർന്നു. ഒടുവിൽ വിധിക്ക് കീഴടങ്ങി ജപ്പാൻ നിരുപാധികം കീഴടങ്ങി യുദ്ധം അവസാനിപ്പിച്ചു. യുദ്ധത്തിന് ശേഷം ഈ സംഭവം ലോകമെമ്പാടും വലിയ വിശകലനങ്ങൾക്ക് കാരണമായി. പ്രധാനമന്ത്രി സുസുക്കി ഉപയോഗിച്ച മൊക്കുസാറ്റ്സു എന്ന വാക്കിന് നോ കമന്റ് എന്ന് ശരിയായ വിവർത്തനം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ആ അണുബോംബ് ആക്രമണം ഒഴിവാക്കപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രമുഖ ഭാഷാ വിദഗ്ധരും ചരിത്രകാരന്മാരും നിരവധിയാണ്. തങ്ങൾ അന്ത്യശാസനം തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും ആ വാക്കിന്റെ അർത്ഥം തെറ്റായാണ് ലോകം മനസ്സിലാക്കിയതെന്നും പിന്നീട് ജപ്പാനീസ് അധികാരികൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. 2 നഗരങ്ങൾ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടിരുന്നു. ഒരു വാക്ക് തെറ്റായി പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ ജീവനോടെ വെന്തെരിയേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമായി അവശേഷിക്കുന്നു. പ്രയോഗിക്കുന്ന വാക്കുകളിൽ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമായിരിക്കാമെന്നും ഈ സംഭവം ലോകത്തെ ഒന്നുകൂടി പഠിപ്പിക്കുന്നു. ഏതായാലും ഒരൊറ്റ വാക്കുകൊണ്ട് ലോകമഹായുദ്ധത്തിന്റെ ഗതി നിർണയിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശത്തിന് കാരണമായ മൊക്കുസാറ്റ്സു എന്ന ആ ജപ്പാനീസ് വാക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്താളുകളിൽ ഇന്നും കറുത്ത അക്ഷരങ്ങളിൽ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.